7 വോട്ടുകൾ കിട്ടി ബിന്നിയും 8 വോട്ടുകൾ വീതം കിട്ടി നെവിനും റെനയും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനുശേഷം ഒരു അടിപൊളി ടോക്കുണ്ട്, കേൾക്കണം. രേണു ചേച്ചി ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ ആഗ്രഹത്തോടെ പറയുന്നത് ആദിലയും നൂറയുമാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഇവരൊന്നും ആക്കില്ലെന്നേ രേണു പറയുന്ന. രേണു ചേച്ചി ക്യാപ്റ്റൻ ആവണമെന്ന് ഇത്രയും ആഗ്രഹിച്ച ആദില വോട്ട് ചെയ്തത് ആർക്കൊക്കെയാണ്? ഒനീലിനും റെനയ്ക്കും. അത്രയും തന്നെ ആഗ്രഹം പറഞ്ഞ് നൂറ നോമിനേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? ഒനീലിനെയും അക്ബറിനെയും. ഇവർ പോലും രേണുവിന് വോട്ട് ചെയ്യാതെ രേണു ചേച്ചി ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന വിചിത്രമായ ഒരു സംഭവം. ഇവരുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ ഊശിയാക്കുവാണ്. രേണുവിന് ഒരു അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അടുത്തത് അനുവും ശൈത്യവും തമ്മിലുള്ള സംഭാഷണമാണ്. നമ്മൾ സ്വയം ക്യാപ്റ്റനാണെന്ന് വിചാരിച്ചാൽ മതി എന്നാണ് ശൈത്യയുടെ ഒരു കണ്ടുപിടുത്തം. ഒരിക്കലും ഇവരാരും അനുവിനെ ക്യാപ്റ്റൻ ആക്കില്ലെന്ന് അനുവിന് അറിയാമത്രേ. അനു പറയാണ്, അങ്ങനെ ആവണമെങ്കിൽ ഇവരുടെയൊക്കെ അടുത്ത് പോയിരിക്കണം, സംസാരിക്കണം, സ്നേഹിക്കണം. ഇതിനൊന്നും അനുവിന് പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഈ ആൾക്കാരുടെ അടുത്ത് പോകുന്നതും ഇടപഴകുന്നതും ഇതൊക്കെ വളരെ മോശം കാര്യങ്ങളല്ലേ, ചെയ്യരുത്. ലൈവിൽ ഇവർ സംസാരിച്ച ഒരു കാര്യമാണ്. ലാസ്റ്റ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ എല്ലാവരും ശൈത്യയുടെ പേര് പറഞ്ഞിരുന്നു. ഇത്തവണ ഒരാൾ പോലും പറഞ്ഞില്ല. അനുമോൾ പറഞ്ഞു, ആളുകൾ ഇങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ് മാറുന്നത്, ഒരാൾ പോലും വോട്ട് ചെയ്തില്ല. എന്നിട്ട് ഈ കൂടെ നിൽക്കുന്ന അനുമോളാർക്ക് വോട്ട് ചെയ്തത്? രേണുവിനും ഒനീലിനും. ഇവര് പോലും കൂടെയുള്ളവർക്ക് വോട്ട് ചെയ്യാതെ ബാക്കിയുള്ളവരാരും ഞങ്ങൾക്ക് തന്നില്ല, ബാക്കിയുള്ളവർ ഞങ്ങളെ ക്യാപ്റ്റൻ ആക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു കിടക്കുന്നതിന്റെ ലോജിക്ക് എന്താണ്? കൂടെയുള്ളവരെ പോലും സപ്പോർട്ട് ചെയ്യാത്ത ടീംസ്